അഹമ്മദ് സിനാൻ സാദി നമ്മുടെ ഈ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യമാകുന്ന വന്യരായ സദർ ഉസ്താദ് അലി സഖാഫി, മറ്റു ഉസ്താദുമാരെ, നാട്ടിന്റെ നേതാക്കളെ, മുൻ പ്രസിഡന്റ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാർ, രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങൾ, നമ്മുടെ ഈ പരിപാടി നല്ലപോലെ ശ്രദ്ധിക്കുന്ന നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, ഏറെ ആദരവും സ്നേഹവും ബഹുമാനവുമുള്ള നല്ലവരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് ഇതിനേക്കാളേറെ ഭംഗിയായി അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുതഅല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട്, നമ്മുടെ നാട്ടിൽ മറവട്ട കിടക്കുന്ന അനവധി നിരവധി കശ്ഫ് കറാമത്ത് കൊണ്ട്, ലോകവിശ്രുതരായ മഹാനരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ രണ്ട് ലോകവും ഖൈറിലും സന്തോഷത്തിലും സലാമത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന നമ്മളിലും നാമുമായി ബന്ധപ്പെട്ട, വേണ്ടപ്പെട്ട, കടമപ്പെട്ട എല്ലാവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികൾ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങളും തൊട്ടും അല്ലാഹു നമ്മെ കാത്തു സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആമുഖം നീട്ടുന്നില്ല, അതിനൊരു പ്രസക്തിയുമില്ല. സമയം വളരെ വിലപ്പെട്ടതുമാണ്. നിർണയിക്കപ്പെട്ട സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പിരിഞ്ഞു പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നോട്ടീസിൽ ഒരു പ്രത്യേകം വിഷയം കാണുന്നില്ലെങ്കിലും ബന്ധപ്പെട്ടവർ ഈ വിനീതനോട് സൂചിപ്പിച്ചതനുസരിച്ച് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട, ആ സൂചിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നല്ലവരായ നിങ്ങളെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മഹത്തായ പള്ളിയിൽ നടത്തപ്പെടുന്ന നീണ്ട സലാത്ത് വാർഷികത്തിന്റെ, മഹത്തായ സലാത്തിന്റെ നീണ്ട 31ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ഒരു മതവൈജ്ഞാനിക സദസ്സിന്റെ 3ാമത്തെ ദിവസമാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഒന്നരായ മുദരിസ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രൗഢമായ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പരിപാടി സമാപനമാണ്. കുമ്പോൾ തറവാടിന്റെ ആദരണീയനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലു ബൈത്തിന്റെ ആദരണീയനായ കണ്ണി മഹാനരായ തങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മുഖ്താർ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഫസൽ കൂറ തങ്ങൾ, അങ്ങനെ തുടങ്ങിയ വലിയവരായ മഹാന്മാര്, സാദാത്യങ്ങൾ, അതുപോലെ തന്നെ പ്രഗത്ഭരായ പ്രഭാഷകൻ അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം അടക്കമുള്ള നേതാക്കളൊക്കെ നാളെ പങ്കെടുക്കുന്നു. നിശ്ചയ സമയത്ത് തന്നെ നേരത്തെ വന്ന് നിങ്ങൾ സഹകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അപേക്ഷിക്കുകയും, ഏതായാലും അൽഹംദുലില്ലാഹ് വളരെയധികം സമാധാനവും സന്തോഷവും റാഹത്തും മനസ്സിന് ഒരു ഇത്തിരി കുളിർമയും നൽകുന്ന ഒരു നിമിഷം. എക്കോ കുറച്ച് ഡൗൺ ആക്കിയിട്ട് സൗണ്ട് തൊടണ്ട, എക്കോ വേണ്ട, സൗണ്ട് കുറക്കണ്ട. ഇതിന് സൗണ്ട് ഉണ്ടല്ലേ? എനിക്ക് ഒരു അനുഭവപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം, ഇന്ന് നേരം പുലർന്നത് മുതൽ നമുക്ക് ദിവസം ആരംഭിച്ചു. കഹ്തി ഹെ റോസ് ആകർ യേ കാം കർനെ വാളു, സൂര്യൻ അങ്ങ് ഉദിച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇതാ നേരം വെളുത്തിരിക്കുന്നു. ഏ കാം കർനെ വാളു, ഈ ജോലിയിൽ നിരതനാകുന്ന മനുഷ്യ, ഇനി നിനക്ക് വിശ്രമിക്കാൻ സമയമില്ല, ഇനി നിനക്ക് പിടിപ്പത് പണിയാ. നീ അങ്ങനെ വാട്സപ്പിൽ അങ്ങനെ കുത്തിരുന്നാ പോരാ, നീ അങ്ങനെ ഓൺലൈനിൽ ബിസിയായാ പോരാ, നിനക്ക് പണിയുണ്ട്.
അത് ഏതു പണിയാണെന്ന് നിന്നോട് ലോകം വിളിച്ചു പറയുന്നു. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുമത്രേ, അന ഖൽഖുൻ ജദീദ്, അന ഖൽഖുൻ ജദീദ് ഫതസവ്വദ് മിന്നി ഫഇന്നി ലാ അഊദ്. ഞാൻ പുതിയൊരു പ്രഭാതമാണ്, ഞാനൊരു പുതിയൊരു ഡേ, പുതിയൊരു നാളാണ്, ഞാൻ പുതിയൊരു ദിവസമാണ്, പുതിയൊരു നവംബർ ജനുവരിയിലെ 29 ഒരു ബുധനാഴ്ചയുടെ ദിവസമാണ്. ഇനി ലോകാവസാനം വരെ ഞാൻ മടങ്ങി വരില്ല. എന്തും നിനക്ക് മടക്കി എടുക്കാം, എന്തും മടങ്ങി വരും. ചിലപ്പോ ആരാന്റെ കൂടെ ഇറങ്ങിപ്പോയാ നമ്മളെ കെട്ടിയോളും 4 ദിവസം കഴിഞ്ഞാൽ മടങ്ങി വരും. അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാവലില്ല, എന്നാലും പറ്റ നമ്മൾ നിഷേധിക്കണ്ട. അള്ളാഹു കാക്കട്ടെ, നമ്മളതല്ല. ഞാനൊരു സിമ്പിൾ പറഞ്ഞാണ്, ഒരു മസലൻ ഉദാഹരണം പറഞ്ഞാണ്. അതായത് ലോകത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്ന്, പകരമെടുക്കാൻ പറ്റാത്ത ഒന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലോ അത് ഒന്നേ ഒന്ന്, നമ്മുടെ വിലപ്പെട്ട സമയം. പിന്നെന്തും തിരിച്ചെടുക്കാം. ഈ ഇട്ടതായ ഇന്റർലോക്ക് ഒരു വേള നമ്മുടെ കണ്ണിന് പിടിച്ചില്ല എന്ന് കണ്ടാൽ, ഇതിന്റെ ക്ലാരിറ്റി കുറഞ്ഞുപോയി എന്ന് കണ്ടാൽ, ഇതിന്റെ ചന്തവും ചേലും അസ്തമിച്ചു എന്ന് കണ്ടാൽ നമുക്കൊരു വേള മാറ്റിയെടുക്കാം. ലൈവ് വേണ്ട എന്നാണെങ്കിൽ സംഘാടകർക്ക് അത് അങ്ങോട്ട് മാറ്റിവെക്കാം. എനിക്കൊരു ഫോൺ ഒന്ന് ചേഞ്ച് ആക്കി തരണോ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങാം, തിരിച്ചെടുക്കാം. എന്തിനും ഒരു മാറ്റമാകാം, നമുക്കത് സാധ്യതമാണ്, അത് പറ്റുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ലോകത്ത് പറ്റാത്ത ഒന്ന്, മടങ്ങി വരാത്ത ഒന്ന്, അന ഖൽഖുൻ ജദീദ് ഫഇന്നി ലാ അഊദ്. സമയമാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതായ കാര്യം. ഇന്നത്തെ കാലത്തുള്ള ജനങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ബർക്കത്തില്ലാതെ പോയ ഒരു കാര്യം. സമയത്തിന് ബർക്കത്തുണ്ടാ? ഉസ്താദേ, സമയത്തിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതെല്ലാം കുറച്ച് പഠിച്ചു വെച്ചോളൂ. കാലിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിത്തിരിക്കാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിങ്ങനെ ചുള്ളാൻ അറിയുന്നല്ലാണ്ട് വേറൊരു 5 പൈസന്റെ ഗുണം നമ്മളെ മനുഷ്യന്മാരെ കൊണ്ടില്ല. ഇത് മുന്നുണ്ടായിന് ഒരു 4-5-8 കൊല്ലം പിന്നെ ഇങ്ങനെ ചില്ലുന്നൂറ് ഉണ്ടായിന്, ഇല്ല എന്നല്ല ആരറിയോ, ഇങ്ങനെ ആക്കുന്നുണ്ടായിന്. ആര്? ഉമ്മാമ ആ ബെത്തലെടുത്തിട്ട് ഇങ്ങനെ 100 പെറ്റുന്നുണ്ടായി. അപ്പൊ അത് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇവ ഓൾഡ് മാൻ, ന്യൂ മാൻ, യൂത്ത് വിങ്, മൂത്ത വിങ്, എല്ലാ വിങ്, എല്ലാവർക്കും ഇപ്പൊ തന്നെയാ പണി. ഓൺലൈനിൽ തന്നെ, ഓഫ്ലൈനിൽ ആരുമില്ല. അവസ്ഥ ഞങ്ങളും അതിന്റെ അർത്ഥം എല്ലാവരും അല്ല, പുല്ലിൽ നിന്ന് ബാലു ബദലാണ്. അബ്ദാലുനാമു താബിഖുന്നൗ മസ്തമല്ലൗ ബഅലുനൗ ബയാനു വല്ലൗ ലാബിബൽ. എല്ലാവരും കാടടിച്ച് വെടി വെക്കാൻ നിൽക്കണ്ട, കുറച്ചൊക്കെ അതിൽ നിന്ന് ഇതിനെ ചെയ്യാലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് സമയത്തിന്റെ വിലയറിയില്ല. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആഖിർ സമാനാകുമ്പോ, അന്ത്യനാളാകുമ്പോ, ഇദാ റുഫിയത്തിൽ ബറകത്തു മിനൽ അർള്, ഭൂമിയുടെ ബർക്കത്ത് ഉയർത്തപ്പെടാൻ വേണ്ടി പോവുകയാണ്. സമയത്തിന് വിലയില്ല, സമയത്തിന് ബർക്കത്തില്ല, സമയം പോയതറിയുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പോയത് ഇന്നലെ പോലെ നാളെയല്ല മറ്റന്നാൾ വീണ്ടും നമ്മൾ ജുമാ ാണ്. എന്നാൽ പണ്ടങ്ങനെയല്ല. ഒരാഴ്ച പോകണമെങ്കിൽ ശരിക്കും ഒരാഴ്ച തികയണോ? ഇന്ന് ഒരാഴ്ച പോകണമെങ്കിൽ ഒരാഴ്ച വേണ്ട, ഒരാഴ്ച വേണ്ട. പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര സ്പീഡ്. നിങ്ങൾ നോക്കിയാല ഇന്നലെ ഇത്രയൊക്കെ ഉണ്ടായ കുഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ മീസെല്ലാം വന്നിട്ട് 1.5 KL14 താടി വെച്ച് നടന്നിട്ടുള്ളൂ. മനുഷ്യന്മാരെ കോല അങ്ങനെയാണിപ്പോ. സമയത്തിന് വല്ലാത്ത സ്പീഡ്. ഇനി ഇതിനേക്കാളേറെ സ്പീഡ് ഉണ്ടാകും. ഇതിനേക്കാളേറെ സ്പീഡ്. ഒരു കൊല്ലം പോകുന്നത് ഒരു മാസം പോലെ, ഒരു മാസം പോകുന്നത് ഒരാഴ്ച പോലെ, ഒരാഴ്ച പോകുന്നത് ഒരു ദിവസം പോയതുപോലെ. അങ്ങനെ നാളുകളുടെ ബർക്കത്ത് കുറഞ്ഞു പോകുന്ന ഒരു കാലം, ഭൂമിയുടെ ബർക്കത്ത് ഉയർത്തപ്പെടുന്ന ഒരു കാലം, ഇതേ ഭരണാധികാരികൾക്ക് നീതിയില്ലാതെ പോകുന്ന ഒരു കാലം. إذا رفعت البركة من الأرض وإذا رفع العدل من الحكام وإذا رفع الحياء من النساء.
ബെഞ്ച് കൊണ്ടുവരാ. ഞാൻ വിചാരിച്ചു അല്ല ഉള്ളത് പറഞ്ഞെങ്കിൽ ഉമ്മാക്കും പിടിക്കാത്ത കാലാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ വയലെല്ലാം പറയുമ്പോൾ നല്ലോണം ജാഗ്രത ആയിക്കോളും. ഒന്നാമത് ഈ ആൾക്കുലത്തിന്റെ ഈ വാട്സപ്പ് മനുഷ്യന്മാരെല്ലാം പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന്. രണ്ടാമത് പിന്നെ മനുഷ്യന്മാർക്ക് ഇപ്പൊ ഇതെല്ലാം ഒരു ചടങ്ങ് മാത്രമാണ്. ഈ വയലും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് മാത്രമാണ്. നിങ്ങളെപ്പറ്റി ഞാൻ പറയുന്നേ അല്ല. പൊതുവെ ഇന്നത്തെ ജനങ്ങളുടെ ഒരു മാനസികമായ ഒരു നില, ഈമാനുമായി, ഇസ്ലാമുമായി, ദീനുമായി, ആത്മീയതയുമായി ഇന്നുള്ള ജനങ്ങൾക്കൊരു ബന്ധം അത് കേവലം ഒരു ഡ്രാമ, ഓൺലി ഒരു നാടകം. ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമോ ഒരു ലക്ഷ്യമോ ഇതുകൊണ്ടില്ല. അതുകൊണ്ടല്ല എന്റെ എഫക്ട് കാണാൻ. പറയുന്ന എനിക്കുമില്ല, പറയിപ്പിക്കുന്നവർക്കുമില്ല. പറയുന്ന പല ആൾക്കാർക്കും ഒരു കച്ചവടം പോലെ, പൊയ്യ കച്ചവടാക്കും പോലെയാണ്. എത്ര പൈസ തരും ഞാൻ വരാൻ, അല്ലെ? അത്ര മനുഷ്യന്മാരുണ്ട്. പിന്നെ ചില മനുഷ്യന്മാർ ഇതിന് തരിമുക്കില്ലാത്ത പണിയെടുക്കലുണ്ട്. അതായത് ഞങ്ങൾ ഇത്ര പൈസ തരാം, നിങ്ങൾ ഇത്ര കളക്ഷൻ ആക്കി തരണോ എന്നും പറഞ്ഞിട്ട് വിളിപ്പിക്കും. എന്നിട്ട് അയാൾ ഡബിൾ കളക്ഷൻ ആക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് ഇവർ കൊടുക്കുകയും ചെയ്യും പറഞ്ഞത് പ്രകാരം. പിറ്റേന്ന് വാട്സപ്പിൽ ഇട്ടിട്ട് ഈ തരിമുക്കില്ലാത്തവൻ വിത്തനാക്കുകയും ചെയ്യും. കണ്ട അയാൾ പൈസ മേങ്ങി, അയാൾ പൈസ കേട്ട് നീ എന്നിട്ടാ കൊടുക്കാൻ പോയ? നീ ഇതിന് മുന്നേ കരാറെടുക്കാൻ പോയത്? ആ ഫിത്തന നീ ആദ്യം നിർത്തണം. എല്ലാരുടെ ഭാഗത്തുള്ള കുറവാണ് ഈ പറയുന്നത്, ശരിയല്ല. നമുക്ക് അല്ലാഹുവിന്റെ ദീനുമായിട്ടുള്ള ശരിക്കുമുള്ളൊരു ബന്ധം കുറഞ്ഞു. ഉള്ള ബന്ധമാണെങ്കിലോ ചില ഭൗതികമായ ലാഭം വെച്ചിട്ട് NRC വന്നപ്പോ ജമാഅത്തിൽ വരാൻ എത്രയാള് മിഞ്ഞാന്ന് ജനുവരി 22 വിധി പറയാൻ വേണ്ടി വരുന്നു. സുബൈക്ക് പള്ളിയിലെ ജാഗമതിയായിട്ട. അല്ല ഉസ്താദ്, അന്ന് വന്നെങ്കും കൂലിയില്ലേ? അത് മൂത്തരുള്ള ഒരു വിഷയല്ലേ. ആര് പറഞ്ഞു കൂലിയില്ല? എഴുതാപ്പുറം വായിക്കണ്ട, പറഞ്ഞത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപാർത്ഥം വേണ്ട, അനർത്ഥമാക്കണ്ട, ദുർവ്യാഖ്യാനിക്കണ്ട, എഴുതാത്തത് വായിക്കണ്ട. അന്ന് മാത്രം പോരല്ലോ ജമാഅത്ത്, അന്ന് മാത്രം പോരല്ലോ 15 നാരിയത്തു സ്വലാത്ത്, അന്ന് മാത്രം പോരല്ലോ ഖുർആൻ ഖത്ത. അല്ലാഹുവിന് വേണ്ടി എപ്പോഴും അത് നിർവഹിക്കേണ്ടവരല്ലേ, അല്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്തറിയോ? ഓരോ ദിവസവും അതാ ചൂരനുഹിച്ചിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത് അനഹൽ കുഞ്ചദീദ്, ഞാനൊരു പുതിയ സമയമാണ്, പുതിയൊരു നേരമാണ്, പുതിയൊരു ടൈമാണ്, പുതിയൊരു ദിവസമാണ്, പുതിയൊരു പ്രഭാതമാണ്. ഫതസവ്വദ് മിന്നീ. ഈ എതിരിലുള്ള 3 കസേര ഒന്ന് അടുക്കി, കാലി അതിൽ കയറിയിരിക്കണമെന്നില്ല, അത് അടിക്കുക. അത് ബാക്കോട്ട് കുറച്ച് സ്പീഡാക്കിയാവില്ല. നിങ്ങൾ കസേര തന്നെ ഇടുന്ന ലൈഫ് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അടന്നെ ഇരുന്നെങ്കിലേ എന്തോ അനങ്ങണ്ട. വേ നോക്കി ഒരാള് പേരലാന്ന് വിചാരിച്ചിട്ട് കസേര ഒന്ന് കിട്ടിട്ട നേരത്തെ. അല്ല പലയിടത്തും അങ്ങനെയാണ്, കസാര വെച്ചത് അങ്ങനെ ബാക്കിയാന്നാ കാണുന്നത്. അങ്ങനെ ഇവിടെ അൽഹംദുലില്ലാഹ് തുടക്കത്തിലെ സദസ്സ് നിറഞ്ഞു. ഞാൻ വരുമ്പോ ആരും ഉണ്ടായിട്ട് പിന്നെ മറ്റതങ്ങനെ ആൾക്കാർ കണ്ടു. കറാമത്തുള്ളൊരു നാട്, പുണ്യം ചെയ്തവരുള്ളൊരു നാട്, മാത്രമല്ല 60-ലേറെ മുതഅല്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു പള്ളി നിലനിൽക്കുന്ന നാട്. ദർസ് അസ്തമിച്ചൊരു കാലമാണ്. സത്യത്തിൽ എനിക്കും ഉണ്ടായിരുന്നു ദർസ്. ഞാനിപ്പോ ദർസ് നിർത്തിയിട്ട് കൊല്ലം 8 ആയി. ഒന്നാമത് മുതഅല്ലിമീങ്ങളില്ല, ഖാലിസായ മുതഅല്ലിമീങ്ങൾ കിട്ടുന്നില്ല. പിന്നെ സ്കൂളും ദർസല്ലായിട്ടതുണ്ട്, ഇല്ല എന്നല്ല. രണ്ടാമത് നർസിനോട് നാട്ടുകാർക്ക് വലിയ താല്പര്യമില്ല. ചില അണ്ടന്മാരായ അണ്ടന്മാരും മണ്ടന്മാരുമായിട്ടുള്ള ചില ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട്, അല്ല ഉസ്താദെ, ആരാന്റെ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? ഓന്റെ മൂക്കലൊക്കെ പഞ്ഞി വെച്ചിട്ട് കിടത്തിയെങ്കിൽ അവിടെ യാസീനോദാനുള്ളത് ഈ ആരാന്റെ മക്കൾ തന്നെ. സ്വന്തം മക്കളില്ല. സ്വന്തം മക്കളുള്ളത് ഒരു കപ്പലാണ്. പിന്നെ ബഹ്റൈനില്, പിറ്റൊന്നും മജ്മഹൽ ബഹ്റൈനില്. ഇവിടെ ഓതാനുള്ളത് ഇവരാണ്. ആര്? ഈ
ഈ 4 കൊല്ലം പിന്നെ ഇവനാ ചോദിച്ച ആരാന്റെ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് കൊണ്ടോന്ന്. ഇന്ന് കാലിന്റെ പടിയും തലന്റെ പടിയും ഇരുന്നിട്ട് ഓതാനുള്ളത്, ഒന്ന് ദുആരക്കാനുള്ളത്. പടച്ച റബ്ബേ സാധുവാണ് പൊറുക്കണേ അല്ലാ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാനുള്ളത്. ഈ മക്കള് തന്നെയാണ്. അവരാരാന്റെ മക്കളല്ല, ഞങ്ങളെ മക്കളാണ്. ആരെയോ പഠിപ്പിക്കുകയല്ല, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തുടങ്ങി. ഇത് എടുത്ത കഥയല്ല, എന്റെ കഥയാ പറഞ്ഞ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുമ്പോ ചോദിച്ചു, പിന്നെ നാട്ടുകാർക്ക് വേണ്ട, പിന്നെ പറഞ്ഞെന്താ അറിയോ ഉസ്താദെ, നിങ്ങ റമദാൻ കഴിഞ്ഞിട്ട് വരുമ്പോക്ക് ഒരു 25 കൊണ്ടുവരുമല്ലേ, എന്തുള്ള ആട ഇവിടെ ഓള് 2 പേറാൻ എന്നെ കുറെ കഷ്ടായി. അല്ലെ ഞാനെടുത്ത് കൊണ്ടുവരണ്ടേ, 15 കൊണ്ടുവരണോ, അത് എങ്ങനത്തത് കൊണ്ടുവരണോ? ഒരാൾ എന്നോടാ വിളിച്ചു പറഞ്ഞ് ഹലോ നിസാം ഉസ്താദല്ലേ? അതെ, എന്ത് ഞങ്ങളെ നാട്ടിലേക്ക് ഒരു മുദരിസ് വേണം, ഇൻഷാ അല്ലാഹ് തരാലോ. ഹലോ ഉസ്താദ്, മുത്തല്ലിമുകളും വേണം. മുത്തല്ലിമില്ലാത്ത മുദരിസ് അല്ല, അങ്ങനല്ല ഈ ചെറിയ മുത്തല്ലിമീങ്ങ ആവല്ലോ ഉസ്താദെ. പിന്നെ അങ്ങനത്തത് വേണ്ടിയേ ഈ മീശ താടിയെല്ലാം വന്നിട്ട് കുറച്ച് ബയറല്ലോ ഉള്ളത്. നീ ജിമ്മിന് പോകാനുണ്ടാ? അല്ലെ മീശ താടി വന്നോ പഠിക്കാൻ വരുമോ? ആടെ ഡേ നൈറ്റ് മാച്ചിൽ ഫുട്ബോൾ കളിക്കുന്നവൻ 20 ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് കളി മറന്നാടുന്നവൻ, അവന് താടി മീസ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പരിശുദ്ധമായ ദീനിന്റെ വെള്ളി വെളിച്ചത്തിന്റെ തീരത്തേക്ക്, അള്ളാവിന്റെ നൂറാനിയത്തായ ഇൽമിന്റെ തീരത്തേക്ക്, ഈ ദീനിന്റെ തീരത്തേക്ക്, സ്വാലിഹീങ്ങളുടെ ഈ പാതയിലേക്ക് അവനെ പിന്നെ കിട്ടില്ല. അവനെ കിട്ടുന്നത് ഈ പൂപൈതന്നെയാണ്. അവ പൂപൈതങ്ങളാ വേണ്ടത്. ഒരു കാലത്തും ഉസ്താദും ചെറിയ കുഞ്ഞായിരുന്നില്ല, സക്കാഫി ഉസ്താദും ചെറിയ ഗഡാവായിരുന്നില്ല, മഹാനരായ ഇമാം ഷാഫി തങ്ങൾ ചെറിയ കുഞ്ഞായിരുന്നില്ല, ചെറിയ പൈതലായിരുന്നില്ല. എല്ലാവരും ഒരു പ്രായത്തിലെ കുഞ്ഞുമക്കളാണ്. പിന്നീട് അവർ വലിയവരായി നമുക്ക് വലിയ നേതൃത്വം നൽകുന്ന മാതൃകാ വ്യക്തിത്വങ്ങളായി. അതാണ് ചരിത്രം. അതല്ലാതെ ഒറ്റയടിക്കാരും വലിയവരായതല്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വരുമ്പോ നിങ്ങളാരുമല്ല, നിങ്ങളൊരു വസ്തുവേ അല്ല, നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. പിന്നീടാണ് എല്ലാമായത്. അപ്പൊ പിന്നെ വലിയവരെന്നെ വരണോ എന്ന് പറഞ്ഞ സംഗതി നടക്കല. ചെറിയവർ തുടങ്ങട്ടെ, ചെറിയവരിലൂടെ വളർന്നു വരട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ 60-ലേറെ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ പാറിപ്പിനെ പഠിക്കുന്നു എന്ന് പറയുമ്പോ സത്യത്തിൽ അല്ലാഹുവിന്റെ ലോകത്തുള്ള അവന്റെ ഏക വീട് പള്ളികളാണ്. അല്ലാഹുവിന്റെ ലോകത്തെ അല്ലാഹുവിന്റേതായിട്ടുള്ളത് അവന്റെ പള്ളി മാത്രമാണ്. അല്ലേ? മദ്രസ പോലും അല്ലാഹുവിന്റേതാണെന്ന് പറയുന്നില്ല. ഇല്ല, അത് ഇൽമിന്റെ ഒരു ഭാഗം, അത് വേറെ. അത് അള്ളാഹ്ക്ക് ലിങ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. അള്ളാഹുവിന്റെ വീട്, അള്ളാഹ്ക്കെന്തിന് വീട്? അള്ളാഹ് ഞങ്ങളെ പോലെയല്ലോ, അള്ളാഹിനെ പോലെ ഒന്നുമില്ലല്ലോ. പിന്നെന്തിനല്ലാഹ്ക്ക് വീട്? അതേ അള്ളാന്റെ നോട്ടമുള്ള വീട്, അള്ളാന്റെ കാരുണ്യമിറങ്ങുന്ന വീട്, അവന്റെ എല്ലാം അവന്റെ നല്ലവരായ അടിമകള് സദാ നേരവും അവനെ ഓർത്തിരിക്കുന്ന വീട്, അവന്റേതായി ഈ ഭൂമി ലോകത്ത് പറയപ്പെടാനുള്ള ഒരേ ഒരു വീട്, അത് ബൈത്തുല്ലാഹ്, അവന്റെ പള്ളികളാണ്. പള്ളിയല്ലാത്ത ഒന്നിനെ കുറിച്ച് പിന്നെ അല്ലാഹുവിന് പറയലില്ല. ഇങ്ങോട്ടോ അഹബ്ബുൽ ബിലാദി ഹബീബായ റസൂലുള്ളാഹ്. അവർക്ക് പറ ഹബീബായ റസൂലുള്ളാഹ്. എനിക്ക് ഈ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ചേറെ സൗണ്ട് വരുന്നത്, അല്ലാണ്ട് നിങ്ങൾ വേറെന്തോ വിചാരിച്ചോണ്ട. സൗണ്ട് ഇല്ലാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് എടുക്കേണ്ടി വരും, അപ്പൊ ശബ്ദം കൂടും. പിന്നെ ഈ ഒരേ ബായനായതുകൊണ്ട് സൗണ്ട് എടുക്കേണ്ടി വരുന്നു. കൈ പോലെ 2 ബായ് ഉണ്ടായില്ലെങ്കിൽ, കാല് പോലെ 2 ബായ് ഉണ്ടായില്ലെങ്കിൽ, കണ്ണ് പോലെ 2 ബായ് ഉണ്ടായില്ലെങ്കിൽ, ചെവി പോലെ 2 ബായ് ഉണ്ടായില്ലെങ്കിൽ ഇത്ര കഷ്ടം വരല. 50-50 ആക്കായി.
അപ്പൊ അല്ലാഹു തആല എല്ലാം രണ്ടാക്കി തന്നപ്പോ നാവ് പോലത്തെ പിന്നൊന്നും, അതായത് ഷേപ്പിൽ ചേഞ്ച് ഉണ്ട്, ബാക്കിയെല്ലാം കൊണ്ടും ഖൽഖിയത്തിൽ വന്ന 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവ്, 2 തൊടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യം, 2 തൊടയെല്ലുകൾക്കിടയിലുള്ള ഗുഹ്യ ഭാഗം, ആണിൻ്റെതാവട്ടെ പെണ്ണിൻ്റെതാവട്ടെ, അതുപോലെ തന്നെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവ്, ഇത് രണ്ടും അല്ലാഹു ഓരോന്നാക്കി തന്ന, ഇത് രണ്ടും അല്ലാഹു തആല ഓരോന്നാക്കി തന്നു. ബാക്കിയെല്ലാം അല്ലാഹു 2 തന്നു. 2 ചെവി എന്തിന്? നല്ലോണം കേട്ടോ, ധാരാളം കേട്ടോ, ധാരാളം കേട്ടോ. 2 കൈ ധാരാളം കൊടുത്തു, ധാരാളം എടുത്തോ, ധാരാളം തൊടുത്തോ. 2 കാല് ധാരാളം നടന്നു, ധാരാളം ഓടിക്കോ. പക്ഷേ നാവ് 1 തന്നപ്പോ അതിന്റെ അർത്ഥം കുറച്ച് സംസാരിച്ചോ. നന്നും വേണ്ട, ധാരാളം വേണ്ട, അമിതമായിട്ട് നിന്റെ നാവതിന് ഉപയോഗിക്കണ്ട. എല്ലാം കൊണ്ടും അല്ലാഹു ഒന്നേ തന്നിട്ടുള്ളൂ. ഇരിക്കട്ടെ സഹോദര, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഭൂമി ലോകത്ത് അല്ലാഹുക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭവനം അത് അല്ലാഹുവിന്റെ പള്ളിയാണ്. അല്ലാഹുവിന്റെ പള്ളി നന്മകൾ മാത്രം വിളയുന്ന ആ സ്ഥലം, നന്മകൾ മാത്രം വളരുന്ന ആ സ്ഥലം, നല്ലവർ മാത്രം ബന്ധപ്പെടുന്ന സ്ഥലം, നല്ലവർക്ക് മാത്രം പിന്നെ അവസരം വാതില് തുറക്കപ്പെടുന്ന സ്ഥലം, നല്ലവരുടെ കണ്ണീറുറ്റുന്ന സ്ഥലം, നല്ലവരിൽ നല്ലവരായ മാലാഖമാർ ഇറങ്ങുന്ന സ്ഥലം, അതാണ് പള്ളി. അതുകൊണ്ടല്ലോ ഇവിടെ ആള് കാണാല്. ക്ലബ്ബായി നിങ്ങൾ എത്ര ഉണ്ടാക്കി, ക്യാരം ബോർഡ് എത്ര ഉണ്ടാക്കി, എത്ര കമ്മിറ്റിക്കാരെ ഓഫർ ഉണ്ടാക്കി. പള്ളി ആയതുകൊണ്ട് ആള് കുറഞ്ഞു. എന്തേ? നല്ല ജാകാമ്പോ അങ്ങനെയാ, നല്ല ജാകാമ്പോ അങ്ങനെയാ. എന്നാൽ ആ പള്ളികളില്, അള്ളാവിന്റെ ലോകത്ത് അള്ളാവിൻ്റെതായിട്ടുള്ള പള്ളികളില് പാറിപ്പറക്കുന്ന പറവകളാണ്, പക്ഷികളാണ്, കിളികളാണ് ഈ മുതഅല്ലിമീങ്ങള്. നമ്മുടെ കണ്ണിലെ കാണുമ്പോ ഒരു വേള വികൃതി പുള്ളന്മാരാകാം, കുരുത്തം കെട്ട കുട്ടികളാകാം, ഉപദ്രവകാരികളായ ജീവികളാകാം. പലരും അങ്ങനെ പറയലുണ്ടല്ലോ. അങ്ങനെ പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർ മനുഷ്യരാണ്, നമ്മളെ പോലെയുള്ള ശാരീരിക മാനസിക അവസ്ഥയുള്ളവരാണ്. ഞങ്ങളെ പോലെ തന്നെ എല്ലാ നിലക്കുള്ള വികൃതിയും ഒരു വേള കാണിച്ചേക്കാം. ഏതുമാകട്ടെ പുണ്യം ചെയ്ത മക്കളാണ്, ഭാഗ്യം ചെയ്ത മക്കളാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാണുന്ന മലായികത്തീങ്ങളാണ് മുതഅല്ലിമീങ്ങൾ. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക്, മനുഷ്യന്റെ കണ്ണുകൾക്ക് ഈ ലോകത്തെ കാണാൻ കഴിയുന്ന മലായികത്തീങ്ങളാണ്, അല്ലാഹുവിന്റെ മലായികത്തീങ്ങളാണ് മുതഅല്ലിമീങ്ങള്. ചെറിയോരൊന്നും അല്ലവര്. അവർക്കൊരു ചായ കൊടുക്കുക എന്നത് ചെറിയ വിഷയമല്ല, അവർക്കൊരു ചോറ് കൊടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. അവർ ആരാണെന്ന് പഠിച്ചാൽ നീ അവർക്ക് ചായ മാത്രമല്ല, നിന്റെ പൊരന്റെ പട്ട കൊണ്ടുപോയിട്ട് തന്നെ കൊടുക്കോ. ഈമാനുള്ളവരെങ്ങനെയാ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളായ ഹവാരികളെയും കൂട്ടിയിട്ട് ബൈബിളിൽ പറഞ്ഞ 12 അപ്പോസ്തലന്മാർ, വിശുദ്ധ ഖുർആനിൽ ഹവാരികൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള തന്റെ സന്തത സഹചാരികളായ, കൂട്ടുകാരായ, ഇഷ്ടമിത്രങ്ങളായ ആ ശിഷ്യജനങ്ങളെയും കൂട്ടിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ ആ കലിമത്തുല്ലാഹ് ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഈസാ നബിയും ഹവാരികളാകുന്ന സഹായികളായ ഇഷ്ടജനങ്ങളായ ശിഷ്യന്മാരും അവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. കാരണം എന്തറിയോ? ഈസാ നബി ആ ജനങ്ങളോട് പറഞ്ഞു, നാട്ടുകാരെ, ബന്ധുജനങ്ങളെ, ഈ ഖബറിലുള്ളവരെ ശിക്ഷിക്കപ്പെടുന്നു.
അവരതാ ശിക്ഷിക്കപ്പെടുകയാണ്, പീഡനമർദ്ദനങ്ങൾക്കിരയാക്കപ്പെടുകയാണ്. പടച്ച റബ്ബിന്റെ കഠിനമായ കഠോരമായ ഭീകരമായ ഭീഭത്സമായ ശിക്ഷക്ക് പാത്രീഭൂതരാണ്. അല്ലാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങുന്നു, അവർ അനുഭവിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സ്ഥലം വിട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈസാ നബി അതാ അതുവഴി കടന്നു വരികയാണ്. ആ ഖബർസ്ഥാനിലൂടെ കടന്നു വരികയാണ്. പോയ ആൾക്കാരോടൊപ്പം ഈസാ നബി മടങ്ങി വരുമ്പോ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബറാളികൾക്ക് ശിക്ഷയില്ല, ഖബറാളികൾക്ക് അദാബില്ല. എല്ലാ ഖബറും അദാബിൽ നിന്ന് മുക്തമാണ്. കസേര എടുത്ത് വെച്ചോളൂ അവിടെ. കസേര ഒറ്റടിക്കന്നെ കൊണ്ടേ വരും, 5-6 ആളെ ഒറ്റടിക്കന്നെ. ആ കിടാക്ക പാഞ്ഞോട്ട് വരണമെന്നില്ല, അപ്പൊ ഞാൻ തന്നെ ഇരുന്നെങ്കിൽ നല്ല കൂടെ ബോട്ടി കച്ചവടമൊന്നും ഇല്ലേ? അല്ല ഇല്ലേ? അല്ല ചില ജാഗലെല്ലാം ഉണ്ടാകുന്നത്, ചില സ്ഥലമൊക്കെ ഉണ്ടാകും. പുഗ്ഗ എന്താ ബോട്ടിക്ക് അല്ല ബോട്ടിയല്ലേ, ആ ഒരു ടയറിന്റെ പീസ് പോലത്തെ. ആ ഈ കുഞ്ഞുങ്ങളൊക്കെ അതാ നല്ലത്, കാരണം അവർ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബ് ആവണ്ട, കുഞ്ഞുങ്ങളാണല്ലോ. അവർക്ക് ഏതായാലും ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് അവർ ഒരു ശല്യമാകാൻ പാടില്ല. അത് പൊരന്ന് വരുമ്പോ തന്നെ വാപ്പമാർ ചൊല്ലി കൊടുത്തോളണം, ഉമ്മമാർ ചൊല്ലി കൊടുത്തോളണം. ഞങ്ങൾ വേദന ചെല്ലേണ്ടതല്ല, എല്ലാം ഞങ്ങൾ തന്നെ ചെല്ലണം. ചെല്ലുന്നത് ഞങ്ങൾക്ക് അതിന് സൗകര്യവും ഇല്ല. ഇതെല്ലാം ഉസ്താദ് ചൊല്ലിക്കോളും അല്ലേ? നോക്കി ഞാൻ നിർത്തുന്ന സമയമായി. നിങ്ങളെ കസാല വെച്ച് തീരുമ്പോൾ ടൈമാവും ഓട്ടോ. നിങ്ങൾ തുടങ്ങി നടക്കല. ഒരു ശാന്തത എപ്പോഴും വേണം, ഒരു അച്ചടക്കം. അതാണ് എൻ്റെ ചെയ്യല്. ഒരു അസ്വസ്ഥത ഉണ്ടാകും, അല്ലെങ്കിൽ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ട്. ആയല്ലേ റെഡി ആയല്ലേ? അൽഹംദുലില്ലാ, നല്ല മജ്‌ലിസ്. നമ്മുടെ സംഘാടകർ നല്ലോണം ത്യാഗം ചെയ്യുന്നു. അല്ലാഹു അവരുടെ ഖിദ്മത്ത് ഖബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കുമുള്ള നേതൃത്വം നൽകുന്ന, എല്ലാ നിലക്കും ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള, ഇതിന്റെ പിന്നണി ആൾക്കാരായി, ഇതിന്റെ സപ്പോർട്ട് ചെയ്യുന്നവരായി, ഇതിന് സഹകരിക്കുന്നവരായി, ഇതിന് വേണ്ടതൊക്കെയും ചെയ്യുന്നവരായി, കൈകോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന നല്ലവരായ നമ്മുടെ നാടിന്റെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ റിഫായിയ ദഫ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, കുത്തുബിയത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ MIF-ന്റെ ഭാരവാഹികൾ, മറ്റു നാട്ടുകാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ സേവനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഇടക്കിടക്ക് എണീച്ചിട്ട് എന്റെ വിഷയം ഒന്ന് മാറ്റാൻ കണ്ട. ഞാൻ ഇതിലെല്ലോ പോകുന്നുണ്ട്. ഒന്നാമത് നമുക്ക് തടിക്ക് ഒരു ആഫിയത്തില്ല, അതാണ്. രണ്ടാമത് ഈ ഇടക്കിടക്കുള്ള എണീക്കലും പോക്കലും കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും. എന്റെ മേട്ടർ ഏലല്ലോ പോന്നു. ഞാൻ സമയത്തിന്റെ വില പറഞ്ഞിട്ട് വന്ന് പിന്നീട് അങ്ങനെ പോയി അവസാനം പള്ളിക്ക് എത്തി. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു നല്ലമൊപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നുള്ളത്. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ ഇൽമു നാഫിയാക്കട്ടെ. അതിൽ അള്ളാഹു സിയാദത്തും ബർക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ അള്ളാഹുവിന്റെ മുർസലായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദാബേറ്റുകൊണ്ടിരിക്കുന്ന ഖബറാളികളുടെ ശ്മശാനത്തിൽ നിന്ന് പോയ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറ്റേന്നാൾ അതുവഴി മടങ്ങി വന്നപ്പോ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഖബർസ്ഥാനിലൂടെ മടങ്ങി വരുമ്പോ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ചരിത്രമാണിത്. ഇത് ബാലമംഗളയുടെ കഥയല്ല, ഇത് ഏതോ ധാരാവാഹിയല്ല, ഇതൊരു കാൽപ്പനിക കഥയല്ല, ഇതൊരു ഐതിഹ്യ പുരാണമല്ല, ഇതൊരു സാങ്കല്പിക കഥയല്ല. ഇത് വളരെ കൃത്യമായ ചരിത്രമാണ്. മഹാന്മാർ വളരെയധികം സനദോടുകൂടി റിപ്പോർട്ട് ചെയ്തുള്ള ചരിത്രമാണ്. ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചരിത്രമാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദാബേറ്റുകൊണ്ടിരിക്കുന്ന ജനങ്ങളുള്ള ആ ഖബർസ്ഥാനിലൂടെ പോയ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിറ്റേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതുവഴി മടങ്ങി വരുമ്പോ ആ ഖബറിലുള്ള ജനങ്ങൾക്ക് ശിക്ഷയില്ല. എല്ലാവരും ശിക്ഷയിൽ നിന്ന് മുക്തരാണ്. അവരുടെ ഖബറിലേക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുന്നു. സ്വർഗ്ഗം ഇന്ന് ഖബറിടം ഇന്ന് സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാണ്. എല്ലാം കൊണ്ടും ഖബറാളികൾ റാഹത്തിലാണ്, നല്ല ഹാപ്പിയിലാണ്. ഇത് കണ്ടപ്പോ ഈസാ
നബി അലൈഹിസ്സലാത്തു വസ്സലാം തഹയ്യുറായി ആകെ പരിഭ്രാന്തനായി അത്ഭുതപ്പെട്ടുപോയി, ആകെ ആശ്ചര്യഭരിതനായി, വല്ലാത്ത ഒരവസ്ഥയിലായി. ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു പോകുമ്പോ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന കബറാളികൾ ഇന്നതാ ഒരു ശിക്ഷയുമില്ലാതെ സുഖലോക സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട പുതിയാപ്പിള മണിയറയിൽ ഉറങ്ങുമ്പോലെ ഈ ജനങ്ങളതാ സുഖസന്തോഷത്തോടെ മണ്ണറയിൽ ഉറങ്ങുന്നു. ഇതെന്തൊരു മറിമായമാ, ഇതെന്തൊരു അത്ഭുതമാ, ഇതെന്തൊരു ചേഞ്ചാ, ഇതെന്തൊരു മാറ്റമാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടെ ആ കാര്യം